നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവിൽ നിയമസഭയിൽ പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയ ചർച്ചയിൽ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷം. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും കേരളത്തെ പൂർണ്ണ ആരോഗ്യവതിയാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. ആരോഗ്യരംഗത്തിന് കേരളം മാതൃകയെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യ മേഖലകളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കേരളമെന്ന് ആരോഗ്യമന്ത്രി. ദേവസ്വം ബോർഡിലെ കൊള്ള തടയാൻ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. അക്കൗണ്ടുകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാൻ നിർദ്ദേശം. സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ കിൻഫ്രയ്ക്ക് ചുമതല. ശബരിമലയിലെ കട്ടിളപ്പാളികൾ പൂർണ്ണമായി മാറ്റിയിട്ടില്ലെന്ന് VSSC ശാസ്ത്രജ്ഞർ കോടതിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതൻ. മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം അനുവദിച്ചത് പത്തനംതിട്ട കോടതി. ജയിലിന് പുറത്ത് യുവമോർച്ചയുടെ പ്രതിഷേധം. ആദ്യ പരാതിയിലെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് വിമാന അപകടത്തിൽ ദാരുണാന്ത്യം. വിമാനം തകർന്നത് ബാരാമതിയിൽ ലാൻഡിങ്ങിനിടെ. വിടവാങ്ങിയത് ബാരാമതിയുടെ പ്രിയപ്പെട്ട നേതാവ്. അജിത് പവാറിനൊപ്പമുണ്ടായിരുന്ന 4 പേരും മരിച്ചു. കാഴ്ചപരിധി കുറഞ്ഞതാണ് അപകട കാരണമെന്ന് വ്യോമയാന മന്ത്രാലയം. മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിക്ക് തിരുനാവായിലും തവനൂർക്കരയിലും ഊഷ്മള സ്വീകരണം. തവനൂർക്കരയിൽ സ്വാമിയുടെ ഭക്തിഗാനസുധ. വിളപ്പിൽശാല ആശുപത്രി ഉൾപ്പെടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ വീഴ്ചകളിൽ നിയമസഭയിൽ 2.25 മണിക്കൂർ അടിയന്തര പ്രമേയ ചർച്ച. വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തെ വീണ്ടെടുത്ത് പൂർണ്ണ ആരോഗ്യവതിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ആരോഗ്യവകുപ്പിനെ തകർക്കാൻ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുന്നുവെന്ന് ആരോഗ്യമന്ത്രി ആരോപിച്ചു. മണിക്കൂറുകൾ നീണ്ട ചർച്ചയിൽ 1.5 മിനിറ്റിൽ മാത്രം ഒതുക്കി വിളപ്പിൽശാല വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ പ്രതിപക്ഷവും 10 വർഷം കൊണ്ട് ആരോഗ്യമേഖല കൈവരിച്ച നേട്ടങ്ങൾ ഭരണപക്ഷവും 3 മണിക്കൂറോളം നീണ്ട അടിയന്തര പ്രമേയ ചർച്ചയിൽ അക്കമിട്ട് നിരത്തി. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ ഉയർത്തിയാണ് ആരോഗ്യമേഖലയുടെ അനാസ്ഥ പ്രമേയ അവതാരകനായ PC വിശ്വനാഥ് വിവരിച്ചത്. മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് കാരണം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നു. എനിക്കിത് ലോകത്തോട് പറയണം. എന്റെ ജോലി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. സാർ, അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. സ്വരാജ് നിലമ്പൂര് തോറ്റപ്പോൾ തോറ്റ സ്വരാജിന് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് പോസ്റ്റിട്ടയാളാണ് ശ്രീ ഹാരിസ് ഹസൻ. അദ്ദേഹത്തെ നിങ്ങൾ വേട്ടയാടിയില്ലേ? അതേസമയം രാജ്യത്ത് ആരോഗ്യമേഖലയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ചൂണ്ടിക്കാട്ടിയും ദേശീയ അന്തർദേശീയ തലത്തിൽ നേടിയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയും ഭരണപക്ഷാംഗങ്ങൾ അടിയന്തര പ്രമേയത്തെ നേരിട്ടു. എന്നാൽ വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തെ വീണ്ടെടുത്ത് പൂർണ്ണ ആരോഗ്യവതിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. നമ്മൾ വെറുതെ പറഞ്ഞതല്ല. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അവിടെ നിന്ന് അതിനെ പുറത്തു കൊണ്ടുവന്ന് പൂർണ്ണ ആരോഗ്യവതിയാക്കി നടത്തിയാലേ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് അവർക്ക് ആ റൈറ്റ് ടു ഹെൽത്ത്, അവർക്കെല്ലാം ആ ഹെൽത്ത് കെയർ കിട്ടുകയുള്ളൂ. റൈറ്റ് ടു ഹെൽത്ത് കെയർ എന്നുള്ളത് കിട്ടുകയുള്ളൂ. അതിലേക്ക് കൊണ്ടുവരണം. മണിക്കൂറുകൾ നീണ്ട ചർച്ചയിൽ വിളപ്പിൽശാല ആശുപത്രിയിലെ വിശദീകരണം വെറും 1.5 മിനിറ്റിൽ ഒതുക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. അപ്പൊ സുരക്ഷാ കാരണങ്ങളാൽ ആശുപത്രിയുടെ ഗ്രിൽ അകത്തു നിന്ന് അടച്ചിടു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സർ, 1:30:27, അതായത് 1.5 മിനിറ്റിൽ, ഒരു 2 മിനിറ്റിൽ താഴെ തന്നെ സർ ഈ രോഗിയെ അകത്തേക്ക് കൊണ്ടുപോയി. നെബുലൈസേഷൻ, പിന്നീട് നമ്മൾ ഈ ഓക്സിജന്റെ ഇതൊക്കെ കൊണ്ടുവന്ന് കാണുന്നുണ്ട്. നെബുലൈസേഷൻ, ഓക്സിജൻ ഇൻഹലേഷൻ എന്നിവ നൽകുകയും ഡെക്സ ആൻഡ് എറിഫിലിൻ ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തു. ഓക്സിജൻ നൽകാൻ സൗകര്യമുള്ള ആംബുലൻസിൽ 1:37:53 പേഷ്യന്റിനെ കയറ്റി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു. സർ, ആരോഗ്യവകുപ്പിനെ തകർക്കാൻ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുകയാണെന്നും മന്ത്രി വീണ ജോർജ് ആരോപിച്ചു. സർ, അവരുടെ കാലത്തെ പോലെ സർ
ഒരു ലാബ് ഇല്ലാത്ത, നമ്മൾ കാത്ത് ലാബിനെ കുറിച്ച് സംസാരിക്കുന്നു സാർ, ഒരു ലാബുകൾ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു കാലമാകണം സാർ. സാർ അവർ ശ്രമിക്കുന്നത് ഈ കാലത്തെ തിരിച്ചു. ആരോഗ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിച്ചതായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. GSDP 9.97% ഉയർന്നതായും തനത് വരുമാനത്തിൽ 2.7% വളർച്ചയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ധനക്കമ്മി 3.86%, റവന്യൂ കമ്മി 2.49% ഉയർന്നിട്ടുണ്ട്. നാളെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയിൽ വെച്ചത്. 2024-25 വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിവിധ മേഖലകളിൽ കേരളം ഉയർന്ന സാമ്പത്തിക വളർച്ച കൈവരിച്ചതായാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. GSDP 9.97% വളർന്നു. മൊത്തം മൂല്യവർദ്ധനവ് 10.08%. മുൻവർഷം ഇത് 9.19% പ്രതിശീർഷ ഉത്പാദനം 1.90 ലക്ഷം രൂപയായി. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം 2.7% വർദ്ധിച്ചു. ഇതിൽ നികുതി വരുമാനം 3.1%, നികുതിയേതര വരുമാനം 1%, ഉയർന്നത്. അതേസമയം കമ്മി വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ കമ്മി 2.49%, ധനക്കമ്മി 3.86% ഉയർന്നു. മൂലധന ചിലവിൽ 8.96% വർധനയുണ്ട്. കേരളം ധനദൃഢീകരണ പാതയിലാണെന്നും വരുമാനമുയർത്താനും ചെലവ് യുക്തിസഹമാക്കാനും കഴിയുന്നുവെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പഴം, പച്ചക്കറി, മത്സ്യബന്ധനം തുടങ്ങിയ ഉത്പാദന മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ചതായും സംരംഭ മേഖലയിൽ മുന്നേറിയതായും സർവേയിൽ പറയുന്നു. ലൈഫ് മിഷൻ ഉൾപ്പെടെ ജനക്ഷേമ പ്രവർത്തനങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഏറെ നേട്ടം കൈവരിച്ച വർഷമാണ് കടന്നുപോയതെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റ് നാളെ. സാമൂഹിക ക്ഷേമ പെൻഷൻ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ, ജീവനക്കാരുടെ ക്ഷാമബത്ത ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൂർണ്ണമായും ജനക്ഷേമ ബജറ്റ് ആയിരിക്കുമെന്നും ജനകീയ ബജറ്റ് അവതരിപ്പിക്കാൻ സാമ്പത്തിക ഞെരുക്കം വെല്ലുവിളിയല്ല എന്നും ധനമന്ത്രി KN ബാലഗോപാൽ അമൃത ന്യൂസിനോട് പറഞ്ഞു. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടെ ജനപ്രിയ ബജറ്റ് എങ്ങനെ അവതരിപ്പിക്കാനാകുമെന്ന ചോദ്യങ്ങളാണ് സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്നത്. കാശില്ലാതെ കയ്യടി നേടാൻ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ വിഭവ സമാഹരണം എങ്ങനെയാകുമെന്ന് ധനമന്ത്രി വിശദീകരിക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കാൻ എന്ത് മാജിക്കാകും കാട്ടുക എന്ന ചോദ്യം ധനമന്ത്രി തള്ളുകയാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ബജറ്റ് തന്നെയാകും ഉണ്ടാകുകയെന്നും സാമ്പത്തിക ഞെരുക്കം വെല്ലുവിളിയല്ലെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അമൃത വാർത്തകളോട് പറഞ്ഞു. പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബജറ്റാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, തയ്യാറാക്കുന്നത്. കേരളത്തിൽ കൂടുതൽ വികസനം ഉണ്ടാവാൻ, നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കൂടുതൽ ജീവിതത്തിൻ്റെ മെച്ചപ്പെട്ട വശങ്ങളുണ്ടാവാൻ സാമൂഹ്യക്ഷേമ പദ്ധതികളും പിന്നെ പുതിയ ജോലി സാധ്യതകളെല്ലാം ചേർത്തുള്ള കാര്യങ്ങളാണ്. സാമ്പത്തിക ക്രൈസിസിനെ നേരിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. നല്ല മുന്നോട്ട് വരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയും ആ ക്രൈസിസിനെ നേരിടാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ കിട്ടാനുള്ള പണം കിട്ടണമല്ലോ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന്. ജനകീയ ബജറ്റായിരിക്കും. പ്രധാന ആകർഷണങ്ങളായ സാമൂഹ്യക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പദ്ധതി, ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക, ശമ്പള പരിഷ്കരണ കമ്മീഷൻ, റബ്ബറിന്റെ താങ്ങുവില തുടങ്ങിയവയ്ക്കായി വലിയൊരു തുക ബജറ്റിൽ മാറ്റിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി ഞെട്ടിച്ചുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഒരു വിസ്മയ ബജറ്റ് ആകുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. അൻഫ്ലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ്. മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ സെക്രട്ടേറിയറ്റ് നടയിലെ സമരവേദിയിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങളിലാണ് അവകാശ ലംഘനത്തിന് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയത്. മന്ത്രി V ശിവൻകുട്ടിക്കെതിരായ മോശം പരാമർശത്തിൽ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് V ജോയ് MLA ആണ് നോട്ടീസ് നൽകിയത്. കേരള നിയമസഭയിലെ ഒരു അംഗത്തെ അപമാനിച്ചുവെന്നും പൊതുജന മധ്യത്തിൽ അവഹേളിച്ചുവെന്നും ഇതിനെതിരെ കർശന നടപടി വേണമെന്നുമാണ് നോട്ടീസിലെ ആവശ്യം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. സമസ്ത മേഖലയിലും വികസനം കൈവരിച്ച് രാജ്യം കുതിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. കഴിഞ്ഞ 11 വർഷം രാജ്യം സാമ്പത്തികമായി വൻതോതിൽ മുന്നേറിയെന്ന് പറഞ്ഞ രാഷ്ട്രപതി പ്രതിരോധ രംഗത്തെ പുരോഗതിയും ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനിടെ പ്രതിഷേധവും ഉയർന്നു.
ഇരുസഭകളെയും അഭിസംബോധന ചെയ്യാനെത്തിയ രാഷ്ട്രപതിയെ ചെങ്കോൽ നൽകിയാണ് സ്വീകരിച്ചാനയിച്ചത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം. എല്ലാ മേഖലകളിലും വികസനം കൈവരിച്ച് രാജ്യം മുന്നോട്ട് കുതിക്കുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദാരിദ്ര്യത്തിൽ നിന്നും വൻതോതിൽ മുക്തി നേടി. ആധുനിക പശ്ചാത്തല സൗകര്യങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ വളർന്നുവെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. व्यवस्था का निर्माण करने में सफल हो रहा है. इससे करदाताओं की एक एक पाई देश के विकास और जनकल्याण से खर्च हो रही है. भारत आज आधुनिक इंफ्रास्ट्रक्चर पर अभूतपूर्व निवेश कर रहा है. जल, थल, नभ हर क्षेत्र में भारत की तेज गति आज विश्व में चर्चा का विषय है. കഴിഞ്ഞ 11 വർഷം രാജ്യം സാമ്പത്തികമായി വൻതോതിൽ മുന്നേറിയെന്ന് പറഞ്ഞ രാഷ്ട്രപതി ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാകാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയും രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും നടക്കും. 2026-27 കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. ഞായറാഴ്ച പൊതുബജറ്റ് അവതരണം ഇതാദ്യമായാണ്. ബജറ്റ് അവതരണത്തിന് ശേഷം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയത്തിന്മേൽ ഇരുസഭകളിലും ചർച്ചയുണ്ടാകും. ന്യൂസ് ഡെസ്ക് അമൃത TV. ദേവസ്വം ബോർഡിലെ കൊള്ള തടയുവാൻ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അക്കൗണ്ടുകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാൻ നിർദ്ദേശം. ഇതിനായുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ കിൻഫ്രയ്ക്ക് ചുമതല. അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണമെന്നും കോടതി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജി തിങ്കളാഴ്ച വിജിലൻസ് കോടതി പരിഗണിക്കും. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി ജാമ്യഹർജി സമർപ്പിച്ചു. അതേസമയം കേസിലെ മറ്റു പ്രതികളായ KS ബൈജു, പങ്കജ് ഭണ്ഡാരി, ബെല്ലാരി ഗോവർദ്ധനൻ, ശ്രീകുമാർ എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജി തിങ്കളാഴ്ച വിജിലൻസ് കോടതി പരിഗണിക്കും. കട്ടിളപ്പാളി കേസിൽ തന്ത്രി സമർപ്പിച്ച ജാമ്യാപേക്ഷയുടെ വാദമാണ് ഫെബ്രുവരി 2 മാറ്റിയത്. ഇതിനിടെ ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി വിജിലൻസ് കോടതിയിൽ ജാമ്യഹർജി സമർപ്പിച്ചു. സ്വർണ്ണക്കവർച്ചയിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നതെന്നുമാണ് തന്ത്രിയുടെ വാദം. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം കേസിലെ മറ്റു പ്രതികളായ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ബെല്ലാരി ഗോവർദ്ധൻ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവരെ കോടതിയിൽ ഹാജരാക്കി. ഇവരെ വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. മറ്റൊരു പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 കേസുകളിലെയും റിമാൻഡ് ഈ മാസം 29-ന് 90 ദിവസം പൂർത്തിയാകും. കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടി 29-ന് സുധീഷ് കുമാർ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ സമർപ്പിക്കും. നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ദ്വാരപാലക കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ കട്ടിളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയാകാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസം ലഭിക്കുന്നതിനെ തുടർന്ന് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. അമൃത ന്യൂസ്, കൊല്ലം. 3-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഉപാധികളോടെ ജാമ്യം. 18 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ച് ഉത്തരവായത്. ഇതോടെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ നിന്നും രാഹുൽ മോചിതനായി. ഇനിയും കസ്റ്റഡിയുടെ ആവശ്യമില്ലാത്തതിനാൽ റിമാൻഡിൽ വയ്ക്കുന്നത് ശരിയല്ലെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകന്റെ വാദം മുഖവിലക്കെടുത്താണ് ജാമ്യം അനുവദിക്കുന്നത് എന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. എല്ലാ ശനിയാഴ്ചയും രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകണം. അന്വേഷണവുമായി സഹകരിക്കണം. പരാതിക്കാരിയെയോ സാക്ഷികളെയോ സ്വാധീനിക്കാൻ പാടില്ല. ഇവരെ സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത് എന്നീ നിബന്ധനകളോടെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ 50,000 രൂപയും 2 ആൾജാമ്യവും കോടതി ആവശ്യപ്പെട്ടു. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്നാണ് പ്രതിഭാഗം പ്രധാനമായും വാദിച്ചിരുന്നത്. ഇത് തെളിയിക്കുന്നതിനായി രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹാജരാക്കിയ തെളിവിന്റെ ആധികാരികതയിൽ പ്രോസിക്യൂട്ടർ സംശയമുന്നയിച്ചതോടെ കഴിഞ്ഞ 24-ന് വിധി പറയുന്നത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി മാറ്റിവെക്കുകയായിരുന്നു. അറസ്റ്റ് സുപ്രീം കോടതി നടപടികൾക്ക് വിരുദ്ധമാണെന്നും രാഹുലിനെതിരായ 2ാമത്തെ പരാതിയിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും കേസിൽ SITക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ലെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. ഈ വാദങ്ങളെല്ലാം
കണക്കിലെടുത്താണ് ജാമ്യാപേക്ഷയിൽ രാഹുലിന് അനുകൂലമായി വിധിയുണ്ടായത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ജസ്റ്റിസ് കൗസർ എടവകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടത്. രാഹുലിനെതിരെ രൂക്ഷമായ കുറ്റങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാന സ്വഭാവമുള്ള 3 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനായ കേസുകളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധമായിരുന്നുവെന്നാണ് പരാതിക്കാരിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. NSS SNDP ഐക്യത്തിൽ NSSന്റെ പിന്മാറ്റത്തിന് പിന്നാലെ സുകുമാരൻ നായരെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ. സുകുമാരൻ നായർ നിഷ്കളങ്കനാണെന്നും ഹിന്ദു ഐക്യം ഇന്നില്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. NSS SNDP ഐക്യത്തിൽ നിന്ന് NSS പിന്മാറിയെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഐക്യനീക്കത്തിന് പിന്നിൽ വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നുവെന്ന വിലയിരുത്തലോടെയാണ് വിശാല ഐക്യത്തിൽ നിന്ന് NSS പിന്മാറിയത്. തിങ്കളാഴ്ച ചേർന്ന NSS ഡയറക്ടർ ബോർഡ് യോഗത്തിലായിരുന്നു തീരുമാനം. എന്നാൽ NSSന്റെ ഈ കണ്ടെത്തലിനെ തിരുത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി ഹിന്ദു ഐക്യം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്നും നായരും ഈഴവരും സഹോദരന്മാരാണെന്നും ഐക്യത്തിൽ നിന്ന് പിന്നോട്ട് പോയതിൻ്റെ പേരിൽ നായർ സമുദായത്തെ ആരും തള്ളിപ്പറയരുതെന്നും ആവശ്യപ്പെട്ടു. ചേർത്തലയിൽ നടന്ന SN ട്രസ്റ്റ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. ഈ ഐക്യം കാലഘട്ടത്തിൽ വേണമെന്നുള്ള ചിന്തയും ഭാവനയും ആഗ്രഹവും ഈ സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ടെന്നുള്ള ഉൾവിളി മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായി അദ്ദേഹം തുറന്നടിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ബോർഡ് കൂടി ആ ഐക്യത്തിൽ ചില ഉപാധികളും നമ്മുടേതായ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിന് മുമ്പോട്ട് പോകാനുള്ള ചില തീരുമാനങ്ങൾ എടുത്തു. സുകുമാരൻ നായരുടെ വിശാല മനസ്കരയ്ക്ക് നന്ദി പറഞ്ഞ വെള്ളാപ്പള്ളി പ്രതിസന്ധി ഘട്ടത്തിൽ NSS ജനറൽ സെക്രട്ടറി നൽകിയ പിന്തുണ എന്നും ഓർമ്മിക്കുമെന്നും പിന്മാറ്റം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമല്ല എന്നും കൂട്ടിച്ചേർത്തു. ഐക്യത്തിൽ ജാതിയോ മതമോ വർണ്ണമോ ഇല്ല. എതിർപ്പുള്ളത് മുസ്ലിം ലീഗിനോട് മാത്രമാണ്. മുസ്ലിം മതത്തോടോ മറ്റ് മുസ്ലിം സംഘടനകളോടോ അല്ല. ലീഗ് എല്ലാം കൊണ്ടുപോയി. അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ സമുദായത്തെ ആക്ഷേപിച്ചുവെന്നാക്കി. ലീഗ് കാണിച്ച വിഭാഗീയത ചൂണ്ടിക്കാണിച്ച് തന്നെ മുസ്ലിം വിരോധിയാക്കി കത്തിക്കാൻ നോക്കുന്നു. ലീഗ് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ച വെള്ളാപ്പള്ളി സംഘടനയെ തകർക്കാൻ ശ്രമമുണ്ടായാൽ അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നും നിലവിലുള്ള വിഭാഗീയത ലോകാവസാനം വരെ നിൽക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ആലപ്പുഴ. NSS SNDP ഐക്യം ഒരു കെണിയാണെന്ന് തോന്നിയെന്നും അതിൽ വീഴേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. പിന്മാറ്റത്തിനായി ആരും ഇടപെട്ടില്ല. സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നാണ് VD സതീശന്റെ നിലപാടെങ്കിൽ സമുദായ സംഘടനകളുടെ പിന്തുണ തേടി എത്തരുതെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. ഇതിനകത്ത് അദ്ദേഹം ഈ NSSന്റെ തീരുമാനത്തെ സംശയിക്കുന്നത് പോലെ ഞാൻ കൂടുതലായി സംശയിക്കുന്നു ഇവരുടെ ഈ ഐക്യത്തിൻ്റെ പിന്നിൽ ഇടപെടലുണ്ട്, ആരെയോ ഇടപെടലുണ്ട്. SNDPയുമായുള്ള ഐക്യനീക്കത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചത് NSS ഡയറക്ടർ ബോർഡാണ്. പിന്മാറ്റത്തിനായി ആരും ഇടപെട്ടിട്ടില്ല. വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനങ്ങളിൽ അദ്ദേഹത്തെ പിന്തുണച്ചപ്പോഴാണ് അദ്ദേഹം ഐക്യം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ശരിയെന്ന് തോന്നി. പിന്നീട് ഐക്യം ഒരു കെണിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ കെണിയിൽ വീഴേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നി ഇതിലെന്തോ ഇടപെടലുകൾ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഈ ഐക്യ ശ്രമത്തിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, അതുകൊണ്ട് ആ കെണിയിൽ പെടണ്ട എന്ന് എനിക്ക് തോന്നി. NSS SNDP ഐക്യത്തിന്റെ വാതിൽ പൂർണ്ണമായി അടഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയതിൽ ആക്ഷേപമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വീണ്ടും NSS ജനറൽ സെക്രട്ടറി കടുത്ത വിമർശനമുയർത്തി. സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടിയിൽ ഇടപെടേണ്ടെങ്കിൽ സമുദായ സംഘടനകളുടെ പിന്നാലെ പോകരുതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി സമുദായ നേതൃത്വത്തെ കാണാൻ വരരുത്, വന്ന് കണ്ടു കിടക്കരുതെന്ന് നിരങ്ങരുതെന്നൊക്കെയാണ് പിന്നിപ്പോൾ പറയുന്നത്. എന്തിനാ കാണാൻ വരുന്നു?
സതീശന്റെ സമുദായ നിഷേധ പരാമർശങ്ങളോട് മാത്രമാണ് വിയോജിപ്പുള്ളത്. NSS പിന്തുണ തേടി VD സതീശൻ മുൻപ് വന്നിട്ടുണ്ട്. ഇത്തവണ പറവൂരിൽ സമുദായ അംഗങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനമെടുക്കും. ആര് ഭരിച്ചാലും NSSന് പ്രശ്നമില്ല. NSS ന്യൂനപക്ഷ വിരുദ്ധത പറയില്ലെന്നും എല്ലാ സമുദായ അംഗങ്ങളും NSSന് വേണ്ടപ്പെട്ടവരാണെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിക്ക് തിരുനാവായയിലും തവനൂർക്കരയിലും ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. സ്വാമിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തവനൂർക്കരയിൽ ഭക്തിഗാന സുധ തുടരുകയാണ്. തത്സമയം கட்சி கட்டி என்னை நீ கட்சி கட்டி என்னை நீ கவலைப்படுத்த என்னை நான் கட்சி கட்டி கட்சி கட்டி என்னை நீ கவலைப்படுத்த என்னை நான் காத்திடுவார் யாரோ அம்மம்மா யாரோ காமாட்சி ரட்சிக்க வேண்டும் அம்மா அம்மம்மா ரட்சிக்க வேண்டும் அம்மா ரட்சிக்க வேண்டும் அம்மா 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 தாயே அகிலாண்டேஸ்வரி நீயே அன்னபூர்ணேஸ்வரி தாயே ஆதிபராசக்தி நீயே अग्निकुंड संभूत देवकार्य समुद्रता अम्मा अखिलांडेश्वरी नीये अन्नपूर्णेश्वरी ताये ओ आदि पराशक्ति नीये उद्यतानु सहस्रावा चतुर्बाहु पाषाढ्य क्रोधाकाराङ्कुशोज्ज्वल अम्मा ताये अखिलाण्डेश्वरि नीये अन्नपूर्णेश्वरि ताये ओ आदिपराशक्ति नीये पूर्णब्रह्मस्वरूपिण्ये सच्चिदानन्दमूर्तये आत्माराम
അന്നപൂർണേശ്വരിതായ ആദിപരാശക്തി അമ്മാ മാതായേ അഖിലാണ്ടേശ്വരി നീയേ എന്നമ്മാ അന്നപൂർണേശ്വരിതായ ആദിപരാശക്തി നീയേ അമ്മാ മാതായേ അഖിലാണ്ടേശ്വരി നീയേ അന്നപൂർണേശ്വരിതായ ആദിപരാശക്തി നീയേ അമ്മാ മാതായേ അഖിലാണ്ടേശ്വരി നീയേ അന്നപൂർണേശ്വരിതായ ആദിപരാശക്തി നീയേ 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 മഹാമക മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിക്ക് തിരുനാവായിലും തവനൂർക്കരയിലും ഊഷ്മള സ്വീകരണമായിരുന്നു ലഭിച്ചത്. സ്വാമിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തവനൂർക്കരയിൽ ഭക്തിഗാന സുധ തുടരുകയാണ്. അല്പസമയത്തിനകം നിള ആരതി ആരംഭിക്കും. ഈ നിള ആരതി ദർശിക്കാനും നിരവധി ഭക്തജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് എന്നതാണ്. നിങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിള ആരതി ദർശിക്കുവാൻ നിരവധി ഭക്തരാണ് തടിച്ചുകൂടിയിട്ടുള്ളത്. परमहंस पद निलये देवी अमृतानंद
അമൃതാനന്ദമയി മാതാ അമൃതാനന്ദമയി മാതാ अमृतानंदमयी जय बोलो सद्गुरु माता अमृतानंदमयी देवी की असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति शान्ति शान्तिः ॐ लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः ॐ श्रीगुरुभ्यो नमः हरिः ॐ മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിക്ക് തിരുനാവായയിലും തവനൂർക്കരയിലും ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. സ്വാമിയുടെ നേതൃത്വത്തിൽ തവനൂർക്കരയിൽ ഭക്തിഗാനസ്തുത നടന്നു. അല്പസമയത്തിനകം നിള ആരതി ആരംഭിക്കും. നിരവധി ഭക്തരാണ് ഈ നിള ആരതി ദർശിക്കുവാനായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അനേകം ഭക്തരാണ് എല്ലാ ദിവസവും നിള ആരതി കാണുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയെ തിരുനാവായയിൽ ആചാരപ്രകാരം പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, അമൃതാനന്ദമയി മഠം താനൂർ മഠാധിപതി സ്വാമിനി അതുല്യ അമൃതപ്രാണ ശബരിമല മുൻ മേൽശാന്തി സുധീർ നമ്പൂതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ആധ്യാത്മികതയും ജീവിതവും രണ്ടല്ല എന്നാണ് അമ്മ പറയുന്നതെന്നും മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യുവാക്കളിൽ പരിവർത്തനം വരുത്താൻ കുംഭമേള പോലുള്ളവയ്ക്ക് കഴിയുമെന്നും സ്വാമി അമൃതസ്വരൂപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല. ബ്രഹ്മൈവ ഭവതി. ഈശ്വരനെ ആരറിയുന്നുവോ അവൻ ഈശ്വരനായി മാറുന്നു. നമ്മൾ സാധാരണ ഇന്നത്തെ നാട്ടിലൊക്കെ മനുഷ്യദൈവങ്ങൾ എന്ന് പറയില്ലേ, മനുഷ്യൻ തന്നെയാണ് ദൈവം. മനുഷ്യൻ മാത്രമല്ല, സകല ജീവരാശികളും ദൈവമാണ്. എവിടെ ദൈവം എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ദൈവം. ഈ ഭാരതപ്പുഴയിലാണ് ദൈവം. ഈ ഭാരതപ്പുഴ ദൈവമാണ്. ഈ പ്രകൃതി മുഴുവൻ ദൈവമാണ്. ഈ ഇരിക്കുന്നവൻ ദൈവമാണ്. സുഖം എവിടെയാണ്, ആനന്ദം എവിടെയാണെന്ന് വെച്ചാൽ എവിടെ പറയും, എന്ത് പറയും? എവിടെയാണ് ആനന്ദം? ഇവിടെയാണ് ആനന്ദം. ആനന്ദിക്കുമ്പോൾ നിങ്ങൾ അവിടെയല്ലേ, ആ നിമിഷത്തിലല്ലേ? അതെ. നിങ്ങൾ ഇന്നലത്തെ കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷത്തെക്കുറിച്ചോ അടുത്ത നിമിഷത്തെക്കുറിച്ചോ ചിന്തിച്ചാൽ ആനന്ദമില്ല, സന്തോഷം പോയി. ഇതാണ് മഹത്തായ സനാതന ധർമ്മം ലോകത്തിന് നൽകുന്ന സന്ദേശം. വെറുതെയാണ് നമുക്ക് ജാതിയുണ്ട്, മതമുണ്ട്, വേർതിരിവുകളുണ്ട് എന്നൊക്കെ പറയുന്നത്. അതൊന്നും അല്ല ഋഷി നമ്മളെ പഠിപ്പിച്ചത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. കണ്ണൂരിന് പുറമെ CPM തിരുവനന്തപുരം ജില്ലാ ഘടകത്തിലും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം. 2008 കൊല്ലപ്പെട്ട CPM പ്രവർത്തകനായ വിഷ്ണുവിന്റെ പേരിലുള്ള ഫണ്ടിൽ തട്ടിപ്പ് നടന്നുവെന്നാണ് ആരോപണം. ഫണ്ട് തട്ടിപ്പിൽ പാർട്ടി നടപടി നേരിട്ട ലോക്കൽ സെക്രട്ടറി രവീന്ദ്രന് വീണ്ടും പദവി നൽകിയെന്നും മന്ത്രി വി ശിവൻകുട്ടി ഇതിൽ ഇടപെട്ടു എന്നുമാണ് ആരോപണമുള്ളത്. വിഷ്ണുവിന്റെ സഹോദരൻ വിനോദാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. 2008 വഞ്ചിയൂരിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ വിഷ്ണുവിന്റെ പേരിലുള്ള രക്തസാക്ഷി ഫണ്ടിൽ നിന്നുമാണ് 5 ലക്ഷം രൂപയിൽ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയത്.
ഇതിന് പിന്നാലെ അന്ന് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രനെതിരെ പാർട്ടി നടപടിയും സ്വീകരിച്ചിരുന്നു. എന്നാൽ വീണ്ടും രവീന്ദ്രന് CITU ജില്ലാ സെക്രട്ടറി പദവി നൽകിയെന്നാണ് വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് ആരോപിക്കുന്നത്. വിഷ്ണുവിന്റെ മരണത്തിന് പിന്നാലെ 10 ലക്ഷം രൂപയാണ് രക്തസാക്ഷി ഫണ്ടായി സ്വരൂപിച്ചിരുന്നത്. 5 ലക്ഷം രൂപ അമ്മയുടെ പേരിൽ നൽകി. ബാക്കി 5 ലക്ഷം പാർട്ടിയുടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചു. ഈ പണം രവീന്ദ്രൻ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നും അന്ന് നടപടി നേരിട്ട നേതാവിന് വീണ്ടും പദവി നൽകിയതിന് പിന്നിൽ മന്ത്രി V ശിവൻകുട്ടിയാണെന്നും വിനോദ് ആരോപിക്കുന്നു. ഒരു വർഷം കഷ്ടിയാവുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ ബന്ധപ്പെട്ടൊരു ഫണ്ട് ശേഖരിക്കുന്നുണ്ടെന്ന്. എനിക്കോ എൻ്റെ കുടുംബത്തിന് ആർക്കും അതിന് താല്പര്യമില്ലായിരുന്നു. വേണ്ടാന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടും നേതാക്കന്മാർ പറഞ്ഞത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആവണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആവണമെന്ന് പറഞ്ഞ് നേതാക്കന്മാരുടെ നിർബന്ധപ്രകാരമാണ് ഞങ്ങളത് സമ്മതിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫണ്ട് കളക്റ്റായി 10 രൂപ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5 രൂപ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇടുകയും 5 രൂപ പാർട്ടി ഫണ്ടിലേക്ക് 10 ലക്ഷം രൂപ കളക്ട് ചെയ്തു. 5 ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിൽ കൊടുക്കുകയും ബാക്കി 5 ലക്ഷം രൂപ പാർട്ടി അക്കൗണ്ടിലേക്ക് സൂക്ഷിച്ചു. അത് പക്ഷേ ഞങ്ങൾ 10-15 വർഷം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി അന്നത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് രവീന്ദ്രനായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് ക്യാഷ് അങ്ങനെ തന്നെ മാറ്റിയിട്ട് അയാളുടെ വീട് വയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടങ്ങ് ഇറങ്ങി. നിലവിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ വിനോദ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ CPM വിടാൻ ഒരുങ്ങുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇസ്രായേൽ ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചെന്നാരോപിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവ്. കോഴിക്കോട് പേരാമ്പ്രയിലെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് മുൻപിൽ കയ്യിൽ പെട്രോളുമായായിരുന്നു യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. യുവാവിന് പിന്നാലെ നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തി. പേരാമ്പ്ര മുതുകാട് സ്വദേശി ജോഷിയാണ് കയ്യിൽ പെട്രോളുമായി മുക്കത്തെ ഗ്രേസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന് മുന്നിലെത്തി ആത്മഹത്യ ഭീഷണി മുഴക്കിയത്. ഇസ്രയേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചെന്നാരോപിച്ചായിരുന്നു ആത്മഹത്യ ഭീഷണി. ഇസ്രായേലിലേക്കുള്ള വിസയ്ക്ക് ഏജൻസി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു. പല തവണകളായി ഏജൻസിക്ക് 3.35 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. അതിനു പുറമെ മെഡിക്കലിനും മറ്റ് കാര്യങ്ങൾക്കുമായി 1.5 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നും ജോഷി ആരോപിക്കുന്നുണ്ട്. പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പലതവണ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും പണം ലഭിക്കാതെ വന്നതോടെയാണ് ആത്മഹത്യ ഭീഷണിയുമായി ജോഷി രംഗത്തെത്തിയത്. ജോഷിക്ക് പിന്നാലെ നിരവധി പേർ പരാതിയുമായി എത്തിയിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ തട്ടിയെന്നും പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഏജൻസി കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെന്നും പരാതിക്കാർ പറയുന്നു. എന്നോട് കണ്ണൂരിൽ നിന്ന് ഇവിടെ വരെ വരണ്ട ഡിസംബർ 31 പൈസ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ 3-4 മാസമായി. നീതി പോകുന്നല്ലാണ്ട് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്. ഓരോരുത്തരും ഓരോ രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എത്രയും വേണം ഞങ്ങൾ പൈസ തിരിച്ചു തരണം. കിട്ടാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകൂല. അതിനൊരു മാറ്റവും ഇല്ല. കാരണം അതുപോലെ ഞങ്ങൾ അനുഭവിച്ച് വീട്ടിൽ നിന്ന് പോലും ഞങ്ങൾ ഇറക്കി വിടുന്ന അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനാവില്ല, ഒരു കാരണവശാലും ആവില്ല. ഓരോ ദിവസങ്ങളിലൂടെ വരും. ഇടം ഒരു കട്ടൻ ചായ വെച്ച് സോപ്പിംഗ് നടത്തി അത് വിടും. അടുത്ത് ഞങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കൂല. എത്ര വിളിച്ചാലും ഫോൺ എടുക്കൂല. അമൃത ന്യൂസ്, കോഴിക്കോട്. മന്ത്രി V ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലെ പരസ്യപ്പോര നിയമസഭയിലുമെത്തി. പൊതുവേദിയിൽ മന്ത്രിക്കെതിരെ മോശമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. സോണിയാഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശം മന്ത്രി പിൻവലിക്കുകയാണെങ്കിൽ തന്റെ പ്രസ്താവനയും പിൻവലിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്കേറ്റം രൂക്ഷമായ വേളയിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നും മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടതാണ് പോരിന് തുടക്കം. സോണിയാഗാന്ധിക്കെതിരായ പരാമർശങ്ങൾ രേഖയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് സെക്രട്ടേറിയറ്റ് നടയിലെ കോൺഗ്രസിന്റെ സമരവേദിയിൽ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് VD സതീശൻ നടത്തിയത്. മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ച ഒരുത്തരാണ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. അന്നു തന്നെ നിയമസഭയിലെ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കണ്ട മന്ത്രി പ്രതിപക്ഷ നേതാവിന് മറുപടി പറയുകയും ചെയ്തു. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രമൊഴിച്ചു. അപ്പോൾ അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പദപ്രയോഗത്തിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയ ഭരണപക്ഷം വിഷയം വീണ്ടും സജീവമാക്കി. 15ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് എല്ലാ കീഴ്വഴക്കങ്ങളും മര്യാദകളും ലംഘിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. ഇതിനുള്ള മറുപടി സഭയിൽ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ മന്ത്രി പിൻവലിക്കുകയാണെങ്കിൽ തന്റെ പ്രസ്താവനയും പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകി. ഞാൻ ആ പ്രസ്താവന 100% പിൻവലിക്കാൻ തയ്യാറാണ്. ഓൺ വൺ കണ്ടീഷൻ ഞാൻ പിൻവലിക്കാം. ഓൺ വൺ കണ്ടീഷൻ. പ്രിയങ്കരിയായ സോണിയാഗാന്ധിയെക്കുറിച്ച് ഈ നിയമസഭയിൽ
മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയ ഏറ്റവും ഹീനമായ ആ പ്രസ്താവന പിൻവലിച്ചാൽ ഞാൻ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി എൻ്റെ പ്രസ്താവന പിൻവലിക്കാം. അതേസമയം ശബരിമല വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ പേര് CPM വലിച്ചിഴച്ചപ്പോൾ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന വിമർശനം ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി വി ശിവൻകുട്ടി തങ്ങളെ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സോണിയാഗാന്ധിയെക്കുറിച്ച് തെറ്റായ പരാമർശം നടത്തിയ ശിവൻകുട്ടി മാപ്പ് പറയണം. മുഖ്യമന്ത്രി നിയമസഭയിൽ താമരശ്ശേരി ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ തങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശിവൻകുട്ടി ഞങ്ങളെ പഠിപ്പിക്കേണ്ട. പ്രതിപക്ഷ നേതാവിനെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും സോണിയാഗാന്ധിയും ശിവൻകുട്ടി രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. ശിവൻകുട്ടിയിൽ നിന്ന് രാഷ്ട്രീയ മര്യാദകൾ പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല. ആരും മുഖ്യമന്ത്രി കൊല്ലം MP കുറിച്ച് ഉപയോഗിച്ച വാക്കാരും പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി കൊല്ലം MP കുറിച്ച് പറഞ്ഞ വാക്കാരും പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി താമരശ്ശേരി ബിഷപ്പിനെ കുറിച്ച് ഉപയോഗിച്ച വാക്കാരും പറഞ്ഞിട്ടില്ലല്ലോ. ആ വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. സോണിയാഗാന്ധിയെക്കുറിച്ച് തെറ്റായ പരാമർശം നടത്തിയ ശിവൻകുട്ടി പിൻവലിച്ചു മാപ്പ് പറയണം. സംസ്ഥാന വ്യാപകമായി PFI കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലായാണ് പരിശോധന നടത്തിയത്. PFI കേസുകളിലും പാലക്കാട്ടെ RSS നേതാവ് A ശ്രീനിവാസൻ വധക്കേസിലും ഒളിവിലുള്ള പ്രതികൾക്കായി പരിശോധന തുടരും. സംസ്ഥാനത്തെ 20ഓളം കേന്ദ്രങ്ങളിലായിരുന്നു NIA റെയ്ഡ് നടത്തിയത്. NIA കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പരിശോധന രാവിലെ വരെ നീണ്ടു. പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലായി PFI കേന്ദ്രങ്ങളിലാണ് NIA സംഘം പരിശോധന നടത്തിയത്. PFI കേസുകളിലും പാലക്കാട്ടെ RSS നേതാവ് A ശ്രീനിവാസൻ വധക്കേസിലും ഒളിവിലുള്ള പ്രതികൾക്കായിരുന്നു പരിശോധന. 6 പ്രതികളാണ് A ശ്രീനിവാസൻ വധക്കേസിൽ പിടിയിലാകാനുള്ളത്. മേലെ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് മൻസൂർ, എറണാകുളം സ്വദേശി മുഹമ്മദ് യാസർ അറാഫത്ത്, പാലക്കാട് സ്വദേശി അബ്ദുൾ റഷീദ്, എറണാകുളം എടവനക്കാട് സ്വദേശി അയൂബ് TA, മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്ജീൻകുട്ടി, എറണാകുളം പറവൂർ സ്വദേശി അബ്ദുൾ വഹാബ് എന്നിവരാണ് പിടിയിലാകാനുള്ളത്. ഇവർക്ക് ഒളിവിൽ താമസിക്കാൻ സൗകര്യമൊരുക്കിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം മേലെ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് മൻസൂർ യമനിലേക്ക് കടന്നതായും സൂചനകളുണ്ട്. പ്രതികൾക്കായി 2024 ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. തൃശൂർ ചാവക്കാട് പാലയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും NIA റെയ്ഡ് നടത്തി. 3 മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഫാമിസിന്റെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും സംഘം പിടിച്ചെടുത്തു. ചാവക്കാട് ടൗണിൽ വസ്ത്രവ്യാപാരം നടത്തുന്ന ഫാമിസ് അബൂബക്കർ മുൻപ് SDPI ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. പകൽ മാന്യത ചമഞ്ഞുള്ള ജീവിതം, രാത്രി കാലങ്ങളിൽ കുറുവ സ്റ്റൈൽ മോഷണ പരമ്പരകൾ. ഒരു നാടിനെ ആകെ തലവേദന സൃഷ്ടിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് സ്പൈഡർ സുനിലിനെ വലയിലാക്കി ആലപ്പുഴ വള്ളിക്കുന്നം പോലീസ്. 2024 മുതൽ നടന്നു വന്നിരുന്ന മോഷണങ്ങളിൽ സാങ്കേതികവും ശാസ്ത്രീയവുമായ തെളിവുകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. സമാന രീതിയിൽ മോഷണം നടത്തി വന്നിരുന്ന മുൻ കുറ്റവാളികളെയും മോഷണങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കുപ്രസിദ്ധ മോഷ്ടാവായ സ്പൈഡർ സുനിലിനെ പോലീസ് പിടികൂടിയത്. 40ഓളം വാഹനമോഷണ കേസുകളിൽ പ്രതിയായ ഇയാൾ ഈ കേസുകളുടെ കോടതി നടപടികൾ തീർന്ന ശേഷം സ്കൂൾ വാഹനം ഓടിച്ചും ടാക്സി കാറുകൾ ഓടിച്ചും നാട്ടിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ മുൻപ് ജയിലിൽ കിടന്ന കാലത്ത് സഹതടവുകാരായ തമിഴ് കുറുവ മോഷ്ടാക്കളിൽ നിന്നും വീടുകൾ കുത്തിത്തുറന്ന് പണവും സ്വർണവും മോഷ്ടിക്കുന്നതിനെപ്പറ്റിയും തമിഴ് കുറുവ രീതിയിൽ വസ്ത്രധാരണം ചെയ്തും പോലീസ് പിടികൂടുമ്പോൾ മോഷണ മുതലുകൾ തിരികെ നൽകാതെ നിസ്സഹരണ രീതിയിൽ പെരുമാറുന്ന രീതികൾ അവരിൽ നിന്നും പഠിച്ചു വെച്ചിരുന്നു. നാട്ടിൽ മാന്യനായി ചമഞ്ഞ് ജീവിതം നയിച്ചു വരുന്നതിനിടയിൽ ആഡംബര ജീവിതത്തിന് പണം തികയാതെ വരുന്ന സാഹചര്യങ്ങളിൽ പോലീസ് പിടിക്കപ്പെടാത്ത രീതിയിൽ പഴുതുകളടച്ച് മോഷണം നടത്തി വരുന്നതിനിടയിൽ 2022 കായംകുളം പോലീസിന്റെ പിടിയിലായി. പിന്നീട് ജയിൽ മോചിതനായ ശേഷം കുറച്ചുനാൾ മറ്റ് ജോലികൾ ചെയ്ത് ജീവിച്ചിരുന്നുവെങ്കിലും തന്റെ ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടി വള്ളികുന്നം പോലീസ് സ്റ്റേഷന്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് മോഷണം വ്യാപിപ്പിക്കുകയും കായംകുളം പോലീസ് പിടികൂടിയപ്പോൾ ഉണ്ടായ വീഴ്ചകളെല്ലാം പരിഹരിച്ച് കൂടുതൽ ജാഗ്രതയോടെ മോഷണം നടത്തി വരുന്നതിനിടയിലാണ് പ്രതി വീണ്ടും പോലീസ് വലയിലായത്. സുനിൽ നടത്തുന്ന മോഷണത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: സന്ധ്യാസമയങ്ങളിൽ ബുള്ളറ്റിൽ സഞ്ചരിച്ച് ഗേറ്റിന് പുറത്തുനിന്നും താഴിട്ട് പൂട്ടിയ വീടുകളും താൽക്കാലികമായി അടഞ്ഞുകിടക്കുന്ന വീടുകളും നോക്കിവെക്കും. തിരികെ വീട്ടിലെത്തിയ ശേഷം ഈ പ്രദേശങ്ങളെപ്പറ്റി കൃത്യമായി അറിയാവുന്ന ഇയാൾ റോഡുകൾ ഒഴിവാക്കി വയലുകളിലൂടെയും പുരയിടങ്ങളിലൂടെയും ആളുകൾ രാത്രിയിൽ കണ്ടാൽ ഭയപ്പെടുന്ന രീതിയിൽ തലയിലൂടെ ലുങ്കി പുതച്ച് കയ്യിൽ മാരകായുധവും കരുതി അടിവസ്ത്രം മാത്രം ധരിച്ച് തമിഴ് കുറുവ മോഷണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം കിലോമീറ്ററുകൾ നടന്ന് മുൻകൂട്ടി കണ്ടുവെച്ച വീടുകളുടെ മുൻവാതിൽ കുത്തി തുറന്ന് അകത്ത് കയറി മോഷണം നടത്തും. ഇതാണ് സുനിലിന്റെ രീതി. ചോദ്യം ചെയ്യലിൽ 30ഓളം
ധാരാളം കേസുകൾ ചെയ്തിട്ടുള്ളതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. കൂട്ടുപ്രതിയായ സുഹൃത്ത് ജിതേഷ് തന്നെ ഇടസമയങ്ങളിൽ മോഷണ സ്ഥലത്ത് ബൈക്കിൽ കൊണ്ടുവിടാറുണ്ടെന്ന് സുനിൽ പോലീസിനോട് പറഞ്ഞതിനെ തുടർന്ന് ജിതേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരെയും പിടികൂടിയതോടെ ഒരു നാടിൻ്റെയാകെ ഉറക്കം കെടുത്തിയ മോഷ്ടാക്കളുടെ ശല്യത്തിനാണ് അന്ത്യമായത്. അമൃത ന്യൂസ്, ആലപ്പുഴ. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് ഇരകളായ കുടുംബങ്ങൾക്ക് ആശ്വാസമായി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കോഴിക്കോട് ജില്ലയിലെ കോഴി മാലിന്യം മറ്റു ജില്ലകളിലേക്കും കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് കോഴിക്കോട് കളക്ടർക്ക് അയച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. അബ്ദുൽ ഗഫൂർ, റഫീഖ് സി കെ, സെയ്ദലവി എന്നീ 3 പേരാണ് ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനെ തുടർന്നാണ് കോഴിക്കോട് ജില്ലയിലെ മാലിന്യം മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നതിനെപ്പറ്റി പഠിക്കാൻ കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാലിന്യ സംഭരണ പരിധിയിൽ കൂടുതലും ഫ്രഷ് കട്ടിൽ തന്നെ എത്തുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം. ഈ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് കോഴിക്കോട് ജില്ലയിലെ കോഴിമാലിന്യം മറ്റ് ജില്ലകളിലേക്കും നൽകാൻ തയ്യാറായാൽ നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചവർ പറയുന്നത്. ഈ ഉത്തരവിൽ കൃത്യമായിട്ട് ഈ അയൽ ജില്ലകളിലേക്ക് കൂടെ ഇത് കൊണ്ടുവന്ന, അതായത് മലപ്പുറം, പാലക്കാട്, എറണാകുളം ജില്ലയിലുള്ള ഇത്തരം ഫാക്ടറിയിലേക്ക് ഇവിടുന്ന് മാലിന്യം കൊണ്ടുവന്നതിലൂടെ ഇവിടുത്തെ അമിതമായിട്ടുള്ള മാലിന്യം പരിഹരിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ള വിഷയം പരിഗണിക്കാനും പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാൻ, അതായത് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉള്ള നടപടി സ്വീകരിക്കാനാണ് ജില്ലാ കളക്ടർക്ക് ഉത്തരവ് കൊടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി ഏതാണ്ട് 4000-ഓളം വരുന്ന കുടുംബങ്ങളാണ് ഫ്രഷ് കട്ടിനെതിരെ രംഗത്തുള്ളത്. കഴിഞ്ഞ തവണ ഉണ്ടായ സംഘർഷത്തിൽ കേസ് ഭയന്ന് നിരവധി ആളുകൾ ഇപ്പോഴും ഒളിവിലാണ്. ഹൈക്കോടതി വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. ഈ കേസ് വീണ്ടും അടുത്ത മാസം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ധനരാജ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പയ്യന്നൂർ MLA ഓഫീസ് മാർച്ച് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP പ്രവർത്തകരെ മർദ്ദിക്കാൻ CPM വളർന്നിട്ടില്ലെന്ന് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. രക്തസാക്ഷി ഫണ്ട് തട്ടിയ TI മധുസൂദനൻ ശരിയായ ശവന്തീനിയാണ്. TI മധുസൂദനെ പോലുള്ള തെമ്മാടികളാണ് CPM എന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും B ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. BJPയുടെ പ്രവർത്തകർ മാർച്ച് നടത്തിയപ്പോൾ ആ മാർച്ച് നടത്തിയതിനിടയിലേക്ക് കയറി ഞങ്ങളെ ഉപദ്രവിച്ച് ആക്രമിച്ച് ഞങ്ങളെ എതിർക്കാൻ ശ്രമിച്ച ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്നത്തെ അക്രമം ഒരു വാളാണ്, ശരിയായ അക്രമം. ഈ മധുസൂദനെതിരായിട്ട് നിലപാടെടുത്താൽ സകല എണ്ണത്തിനെയും ഞങ്ങൾ ആക്രമിക്കുമെന്ന DYFയുടെ നേതാവ് പറഞ്ഞത്. പൊന്നു DYFA CPM നേതാക്കളെ, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വാണം വേണ്ടി വരും, അല്ലാതെ നാട്ടിലിറങ്ങിയിട്ട് നിങ്ങൾക്ക് BJP തൊടാൻ കഴിയില്ല. നിങ്ങൾ അങ്ങ് പ്രേരിപ്പിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ഒരു പാവം ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിൽ കൊടുക്കേണ്ട ഫണ്ട്, ആ ഫണ്ട് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മധുസൂദനൻ ശരിയായ സമന്തീരിയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയേണ്ടി വരും. ഈ സമന്തീരി രാഷ്ട്രീയമാണ് ഇന്നത്തെ CPMന്റെ രാഷ്ട്രീയം. തൊഴിലാളി വർഗ സർവാധിപത്യമാണ് കമ്മ്യൂണിസവും മാർക്സിസവും. പക്ഷെ ഇവിടെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് പകരം തൊഴിലാളി വർഗത്തെ മറന്ന പാർട്ടി വർഗ സർവാധിപത്യമായി മാറിയിരിക്കുകയാണ്. ആരാ പാർട്ടി? പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ മധുസൂദനനെ പോലെയുള്ള തെമ്മാടികളാണ് ഇന്നത്തെ CPM എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുകയാണ്, MV ഗോവിന്ദൻ മാഷ്ക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധൈര്യമുണ്ടോ? രക്തസാക്ഷി ഫണ്ടുകൾ, CPMന്റെ രക്തസാക്ഷി ഫണ്ടുകളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുക. ഭാരതീയ ജനതാ പാർട്ടി ഒരു കാര്യം പറയുന്നു, ഒരു കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് B കുഞ്ഞികൃഷ്ണൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സത്യം തുറന്നു പറഞ്ഞത്. നിങ്ങൾ ധാരാളം കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകാര് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണനെ സ്വീകരിക്കാൻ. കോഴിക്കോട് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റു. പന്തീരങ്കാവ് പെരുമണ്ണ
EMS സ്കൂളിലെ വിദ്യാർത്ഥിയെയാണ് സഹപാഠികൾ മർദ്ദിച്ചത്. മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിമാനാപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വ്യോമയാന മന്ത്രാലയം. കാഴ്ച കുറഞ്ഞതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരമെന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. അജിത് പവാറിന്റെ വിയോഗത്തിന് പകരം വെക്കാനാകാത്ത നഷ്ടമാണെന്ന് പറഞ്ഞ മന്ത്രി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. In fact, my heart is still very, very heavy with sorrow. और जैसे ही सुबह पता चला, अभी डाइजेस्ट करने में ही बहुत दिक्कत हो रही है कि अजित दादा अभी हमारे साथ नहीं है. और अजित दादा के साथ 4 और लोग भी थे प्लेन में, तो उन सारे परिवारों को अपने कॉन्डोलेंसेस देता हूँ. 2 पायलट थे, क्रू थे और PSO भी थे उनके साथ. और अजित दादा से जैसे आपने बोला, हमारी भी काफ़ी मुलाकातें रही हैं पिछले 18 महीने जब से मैं मंत्री बना हूँ. और एक यंग मिनिस्टर होने के नाते वो काफ़ी गाइडेंस भी हमें देते थे. और काफ़ी बार महाराष्ट्र की चर्चा जब होती थी और मैं और मोहल भाई हम दोनों भी जब साथ में मिलते थे, तो काफ़ी अच्छी गाइडेंस, क्योंकि उनका जो एक्सपीरियंस रहा है पब्लिक सर्विस में, और ख़ास तौर पर जिस ग्रास रूट लेवल पे पब्लिक के साथ, खासकर गरीब लोगों के साथ जिस तरह वो खड़े रहे और उनके साथ जो उन्होंने काम किया. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്ക്. നിർമ്മാണം നടക്കുന്നതിനിടെ പൊളിച്ചു കളഞ്ഞ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഒഡീഷ സ്വദേശിക്കാണ് പരിക്കേറ്റത്. പാരപ്പറ്റിന് മുകളിൽ കയറിയതിന് പിന്നാലെ ഒരു ഭാഗം അടർന്നു വീഴുകയായിരുന്നു. ഇയാൾക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല. നേരത്തെ ആശുപത്രിയുടെ പഴയ ശുചിമുറിയുടെ കോൺക്രീറ്റ് തകർന്നു വീണ ബിന്ദു എന്ന യുവതി മരിച്ചിരുന്നു. ഇതിന് സമീപമായാണ് വീണ്ടും അപകടമുണ്ടായത്. കോഴിക്കോട് ലേഡീസ് ഹോസ്റ്റലിൽ കയറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. മലാപ്പറമ്പ് പച്ചക്കിൽ സ്വദേശി KP ഗൗതമാണ് അറസ്റ്റിലായത്. പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഇയാൾക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ സെമിയിൽ നൊവാക് ജോക്കോവിച്ച് യാനിക് സിന്നറിനെ നേരിടും. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനലിൽ ബെൻ ഷെൽട്ടറിനെ തോൽപ്പിച്ചാണ് സിന്നറിന്റെ സെമി പ്രവേശനം. ആദ്യ ക്വാർട്ടറിൽ 2 സെറ്റിന് മുൻപിൽ നിൽക്കെ ഇറ്റലിയുടെ ലൊറൻസോ മുസറ്റി പരിക്കേറ്റ് പിൻവാങ്ങിയതോടെയാണ് ജോക്കോവിച്ചിന് സെമി ഉറപ്പായത്. മറ്റൊരു സെമിയിൽ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ് ജർമ്മനിയുടെ അലക്സാണ്ടർ സെരേവിനെ നേരിടും. ഇന്റർനാഷണൽ നായർ അസോസിയേഷൻ ട്രാൻസിറ്റ് ക്ലബ് ഹൗസിന് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ തറക്കല്ലിട്ടു. നെടുമ്പാശ്ശേരി സുവർണോദ്യാനം ബയോളജിക്കൽ പാർക്കിന് സമീപത്താണ് INA ട്രാൻസിറ്റ് ഹോം നിർമ്മിക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RB ബാബു മുഖ്യാതിഥിയായിരുന്നു. INA പ്രസിഡന്റ് G മോഹനൻ, ജനറൽ സെക്രട്ടറി SS മേനോൻ, ട്രഷറർ RR നായർ, V മനോരഞ്ജൻ, KV രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നായർ സമാജത്തിന്റെയും രാഷ്ട്രത്തിന്റെയും വളർച്ചയ്ക്കായി ട്രാൻസിറ്റ് ഹൗസ് പോലുള്ള സംരംഭങ്ങൾ വലിയ സംഭാവനയെന്ന് RV ബാബു പറഞ്ഞു. ഇതാദ്യമായാണ് ഒരു സാമുദായിക സംഘടന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന് ട്രാൻസിറ്റ് ക്ലബ് ഹൗസ് നിർമ്മിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ, ട്രാവൽ ഹെൽപ്പ് ഡെസ്ക്, മീറ്റിംഗ് ഹാൾ, റെസ്റ്റോറന്റ്, താമസ സൗകര്യം തുടങ്ങിയവയെല്ലാം ട്രാൻസിറ്റ് ക്ലബ് ഹൗസിൽ ഉണ്ടാകും. കോഴിക്കോട് മാളിക്കടവിൽ 26-കാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വൈശാഖിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകി. കൊയിലാണ്ടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. അതേസമയം കൊലപാതകം നടന്ന മാളിക്കടവിലെ വൈശാഖിന്റെ സ്ഥാപനത്തിൽ ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. മാളിക്കടവിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ശക്തമാക്കുകയാണ് പോലീസ്. ഇതേ തുടർന്ന് പ്രതി വൈശാഖിനെ 5 ദിവസം കസ്റ്റഡിയിൽ ലഭിക്കാൻ അപേക്ഷ നൽകിയിരിക്കുകയാണ് അന്വേഷണ സംഘം. കൊലപാതകം നടന്ന മാളിക്കടവിലെ വൈശാഖിന്റെ സ്ഥാപനത്തിൽ ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. 16 വയസ്സ് മുതൽ പ്രതി യുവതിയെ പീഡിപ്പിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിനാൽ പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചേർത്ത് പുതിയ FIR രജിസ്റ്റർ ചെയ്തു. ഈ കേസിലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം ഭാര്യയോട് പറയുമെന്ന് യുവതി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് 26-കാരിയെ സ്വന്തം സ്ഥാപനത്തിൽ വിളിച്ചു വരുത്തി വൈശാഖൻ കൊലപ്പെടുത്തുകയായിരുന്നു.
ഒരുമിച്ച് മരിക്കാമെന്ന് യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം കയർ കൊണ്ട് 2 കുരുക്കുകൾ ഉണ്ടാക്കിയ വൈശാഖൻ യുവതിയുടെ കഴുത്തിൽ കയറിടുകയും തൊട്ടു പിന്നാലെ യുവതി കയറി നിന്ന സ്റ്റൂൾ തന്ത്രപൂർവ്വം ചവിട്ടി മാറ്റുകയുമായിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊല്ലത്ത് MC റോഡിൽ KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. വയൽ ജംഗ്ഷനിൽ 3:30യോടെയായിരുന്നു അപകടം. കൊട്ടാരക്കര ഭാഗത്തേക്ക് വന്ന KSRTC സൂപ്പർ ഫാസ്റ്റിൽ എതിർദിശയിൽ നിന്നും വന്ന ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. 2 ഡ്രൈവർമാർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ ഡ്രൈവർമാരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.